നമസ്കാരം, ഞാൻ ഉന്മേഷ് വരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. കേരളത്തിന്റെ വ്യവസായ വളർച്ചയെ പുകഴ്ത്തുന്ന ലേഖനത്തിൽ ഉറച്ച് ഡോക്ടർ ശശി തരൂർ MP. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കുന്നതാണ് തന്റെ രീതിയെന്ന് ശശി തരൂർ പറഞ്ഞു. അതേസമയം പുകഴ്ത്തൽ വിവാദത്തിൽ ഡോക്ടർ ശശി തരൂരിനെ തള്ളുകയാണ് കോൺഗ്രസ് നേതാക്കൾ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് തള്ളി കേരളത്തിന്റെ വ്യവസായ വളർച്ചയെ പുകഴ്ത്തുന്ന ലേഖനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ശശി തരൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കുന്നതാണ് തന്റെ രീതി. നമ്മൾക്ക് 2 വർഷം മുമ്പ് വരെ കേരളം ഇന്ത്യയുടെ 29 സംസ്ഥാനത്തിൽ 28ാമത്തെ സ്ഥാനം ഒരു വർഷവും, അതിന് മുമ്പിൽ 28 സംസ്ഥാന റാങ്കിംഗ് ഉണ്ടായിരിക്കുമ്പോൾ 26ാമത്തെ സ്ഥാനവുമായിരുന്നു കേരളം. അപ്പോൾ അതിന്ന് പോയി ചാടിയിട്ട് 1ാം സ്ഥാനം എത്തുന്നത് അതിനെ നമ്മൾ കണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് എന്റെ വിശ്വാസം. ഡോക്ടർ ശശി തരൂരിന്റെ നിലപാടുകളെ തള്ളുകയാണ് കോൺഗ്രസ് നേതാക്കൾ. തരൂർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ലെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. കേരളത്തെ പുകഴ്ത്തിയുള്ള ലേഖനം എഴുതിയത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലെന്ന് അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശശി തരൂർ ഈ ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ. ലേഖനം വായിച്ചാൽ കണക്ക് മനസ്സിലാകുമെന്ന് പ്രതിപക്ഷ നേതാവിന് ശശി തരൂരിന്റെ മറുപടി. അത് ആർട്ടിക്കിൾ വായിക്കാൻ പറയണം. ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ ചൂണ്ടിക്കാണിക്കാം. എല്ലാറ്റിന്റെയും ആ റിപ്പോർട്ട്സായി അഥവാ ആ റിപ്പോർട്ടിൽ വല്ല കുറ്റമുണ്ടെങ്കിൽ നമ്മൾ തർക്കിക്കണം. അതേസമയം ലേഖനം വായിച്ചിട്ടില്ലെന്നും വിഷയം പരിശോധിക്കുമെന്നുമായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രതികരണം. ഞാനിത് വായിച്ചിട്ടില്ല. ശശി തരൂരിന്റെ നിലപാടുകളിൽ ഹൈക്കമാൻഡ് ഇടപെടണമെന്നാണ് KPCCയുടെ ആവശ്യം. സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളുടെ മുനയൊടിക്കുന്നതാണ് തരൂരിന്റെ ലേഖനമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. 24 തിരുവനന്തപുരം. കേരളത്തിലെ വ്യവസായ മേഖലയെ പുകഴ്ത്തിയ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂരിനെ പിന്തുണച്ച് സർക്കാരും CPIM-ഉം സംസ്ഥാനത്തെ വികസനം ലോകത്തിന് മാതൃകയാണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജനപ്രതിനിധി വ്യക്തമാക്കിയെന്ന് പ്രതികരിച്ച് മുഖ്യമന്ത്രി ശശി തരൂരിനെ പിന്തുണച്ചു. വസ്തുത പറഞ്ഞതിന് തരൂരിനെ അഭിനന്ദിക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഇന്നലെ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കേരളത്തിലെ വ്യവസായ വികസനത്തെ ഡോക്ടർ ശശി തരൂർ MP പുകഴ്ത്തിയത്. പ്രതിപക്ഷ വിമർശനത്തിനിടെ വീണ്ടുകിട്ടിയ ഈ അവസരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് CPIM-ന്റെയും സർക്കാരിന്റെയും തീരുമാനം. അതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും തരൂരിനെ പിന്തുണച്ച് അണിനിരക്കാൻ കാരണം. തരൂർ പറഞ്ഞത് വസ്തുതയെന്നാണ് സർക്കാർ അടിവരയിട്ട് പറയുന്നത്. നാടിൻ്റെ വികസനം ചില മേഖലകളിൽ വലിയ തോതിലുണ്ടായിരിക്കുന്നു. അത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകത്തക്ക രീതിയിലുള്ള വികസനമാണ് എന്നത് വസ്തുതകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെയും മഴവിൽ സഖ്യത്തിന്റെയും പ്രചാരണം തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ എന്നതിലാണ് CPM നേതൃത്വം ആശ്വാസം കൊള്ളുന്നത്. ഒരു പുതിയ കേരളത്തിന്റെ വളർച്ചയെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സജീവമായ ഒരു ശ്രമമാണ് ശശി തരൂരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് വസ്തുതാപരമാണ്. ആ വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായിട്ടുള്ള ശശി തരൂരിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. നാടിനെ സ്നേഹിക്കേണ്ട ആളുകൾ സ്വീകരിക്കേണ്ട നിലപാടാണ് ശശി തരൂരിൻ്റെതെന്ന് മന്ത്രി P രാജീവും പ്രതികരിച്ചു. നമ്മൾ ഈ കാര്യം ഇത് കാണേണ്ടത് അദ്ദേഹം കേരളത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ ഗവൺമെൻറ് ഒരു പാർട്ടിയുടെ മുന്നണിയുടെ മാത്രമല്ല, ഗവൺമെൻറ് എല്ലാവരുടെയാണ്. അടുത്തയാഴ്ച കൊച്ചിയിൽ രാജ്യാന്തര നിക്ഷേപ സംഘം സംഘടിപ്പിക്കുന്ന വ്യവസായ വകുപ്പിൽ ലഭിച്ച വലിയ രാഷ്ട്രീയ പിന്തുണയായും സർക്കാർ ശശി തരൂരിന്റെ ലേഖനത്തെ കാണുന്നുണ്ട്. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പിന്തുണച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി ഡോക്ടർ ശശി തരൂർ MP. മോദിയുടെ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണെന്നും ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കാനായെന്നും ശശി തരൂർ. ശശി തരൂരിന്റെ അഭിപ്രായം വ്യക്തിപരമെന്ന് പറഞ്ഞ നേതൃത്വം ഒഴിഞ്ഞു മാറുമ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് തരൂർ വ്യക്തമാക്കിയത്. Well, so far I must say that what we've seen from the press statements by both the Prime Minister and by President Trump are very encouraging because it looks like some of the big concerns we all had have been addressed. I think that's a very good outcome. ശശി തരൂരിന്റെ ഈ പ്രസ്താവനയാണ് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയത്. മോദിയുടെ US സന്ദർശനത്തിനെതിരെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് സന്ദർശനം വലിയ വിജയമെന്ന ശശി തരൂരിന്റെ വിലയിരുത്തൽ. മോദിയുടെ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണ്. ഉഭയകക്ഷി ചർച്ചയിൽ പല പ്രധാന വിഷയങ്ങളും ഉന്നയിക്കാനായെന്നും തരൂർ പറഞ്ഞു. ശശി തരൂരിന്റേത് വ്യക്തിപരമായ നിലപാടാണെന്നും പാർട്ടിയുടെ നിലപാട് ഇതല്ലെന്നും ദേശീയ നേതൃത്വം വിശദീകരിക്കുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. രാജ്യ താൽപര്യമാണ് വലുതെന്നും ആര് ഭരിച്ചാലും രാജ്യം മുന്നോട്ടു പോകണമെന്നും തരൂർ.
നമ്മളുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ 4ാമത്തെ അതിഥിയായിട്ട് അവിടെ എത്തി അദ്ദേഹം നേരിട്ട് കാണാനും കൂടിക്കാഴ്ച ഉണ്ടാക്കാനും സംസാരിക്കാനും എല്ലാത്തിനും അവസരമെടുത്തത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ്. അത് ഭാരതത്തിൻ്റെ ഒരു പ്രാധാന്യം നോക്കിയിട്ടാണ്. വിദേശ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരൊറ്റ ചിന്തയെ മനസ്സിൽ പാടുള്ളൂ, അത് ഭാരതത്തിൻ്റെ നാഷണൽ ഇൻട്രസ്റ്റ്. നേരത്തെയും ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചും കേന്ദ്ര സർക്കാർ നയങ്ങളെ പിന്തുണച്ചും കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തരൂരിനെതിരെ പരാതി ലഭിച്ചാൽ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. 24 ഡൽഹി. കേരളത്തിന്റെ വ്യവസായ വളർച്ചയെ പുകഴ്ത്തിയുള്ള ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തെ തള്ളി KC വേണുഗോപാൽ MP. കേരളത്തിന്റെ വ്യവസായ മേഖല തകർച്ചയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ശശി തരൂർ ഏത് സാഹചര്യത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് എന്നറിയില്ലെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. ഏത് കോൺടെസ്റ്റിലാണ് പറഞ്ഞത് അദ്ദേഹം എനിക്കറിയില്ല. അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം എന്ത് കോൺടെസ്റ്റിലാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഏതെങ്കിലും കോൺടെസ്റ്റിലായിരിക്കും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കേരളത്തിന്റെ റിയാലിറ്റി അറിയുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ കയർ തൊഴിലാളി മേഖലയിൽ വ്യവസായം എവിടെയാണ് വളരുന്നത്? മത്സ്യത്തൊഴിലാളി വ്യവസായം എവിടെയാണ് വളരുന്നത്? കശുവണ്ടി തൊഴിലാളി മേഖലയിലെ വ്യവസായം എന്താണ് സ്ഥിതി? ഇവിടെ സർവ്വതും തകർന്നു കിടക്കുന്ന പരമ്പരാഗത വ്യവസായങ്ങൾ മൊത്തം തകർന്നു കിടക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യം ഇതായിരിക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ ശശി തരൂരിന്റെ പ്രസ്താവനയെ പിടിച്ചിട്ടാണ് കേരള സർക്കാർ നിൽക്കുന്നത്. കഷ്ടമെന്ന് എനിക്ക് പറയാനുള്ളൂ അതിനെക്കുറിച്ച്. ഡോക്ടർ ശശി തരൂരിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി ACC ജനറൽ സെക്രട്ടറി ജയറാം രമേശും രംഗത്തെത്തി. ചിലപ്പോൾ പാർട്ടിയുടെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അംഗങ്ങൾ പ്രകടിപ്പിക്കാറുണ്ടെന്നും പാർട്ടിയുടെ നിലപാടാണ് പരമപ്രധാനമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിൽ യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം യോഗത്തിൽ ചർച്ചയാകും. ഈ സാമ്പത്തിക വർഷം തന്നെ പണം ചെലവഴിക്കണം എന്ന നിബന്ധനയിലെ സംസ്ഥാന നിലപാട് യോഗത്തിൽ തീരുമാനിക്കും. സമയം നീട്ടിച്ചോദിക്കുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കും. ടൗൺഷിപ്പ് നിർമ്മാണം, എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ എന്നിവയും യോഗത്തിൽ ചർച്ചയാകും. മറ്റന്നാൾ വൈകിട്ട് 5 മണിക്കാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗം. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പാക്കേജ് നൽകാതെ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം. കേന്ദ്ര വായ്പ സഹായത്തിന് പകരമാകില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രത്തിന്റേത് മനുഷ്യത്വരഹിത സമീപനം എന്നാണ് VD സതീശന്റെ വിമർശനം. സഹായം വൈകുന്നതിൽ ഒരുമിച്ച് സമരം ചെയ്യാമെന്ന KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രതികരണത്തോട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോജിച്ചു. ഉരുൾപൊട്ടൽ തകർന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി 529.5 കോടി രൂപയാണ് കേന്ദ്രം വായ്പയായി നൽകിയത്. ഈ സാമ്പത്തിക വർഷം തന്നെ ഉപയോഗിക്കണമെന്ന നിബന്ധനയോടെയുള്ള വായ്പ എങ്ങനെ വിനിയോഗിക്കണമെന്നതിൽ സർക്കാരിൽ സെക്രട്ടറി തല സമിതി ചർച്ച ചെയ്യുകയാണ്. നിബന്ധനകളോടെയുള്ള വായ്പ വെല്ലുവിളിയാണെന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. ദുരന്തത്തിലെ സഹായമല്ലേ നൽകേണ്ടത്? തിരിച്ചടക്കാനുള്ള വായ്പയാണോ കൊടുക്കേണ്ടത്? വായ്പ വേറൊരു ഭാഗമല്ലേ? അത് സഹായത്തിന് പകരമാവില്ലല്ലോ. വായ്പയുടെ ഭാഗമായി അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റ് ആലോചിക്കുന്നു. സഹായത്തിന് പകരം വായ്പ അനുവദിച്ച കേന്ദ്ര സമീപനത്തോട് കോൺഗ്രസിനും എതിർപ്പാണ്. അർഹമായ സഹായം നേടിയെടുക്കാനുള്ള സമരത്തിലേക്ക് KPCC അധ്യക്ഷൻ K സുധാകരൻ LDFനെയും ക്ഷണിച്ചു. ഉറപ്പായിട്ട് ആവശ്യത്തിന് ഞങ്ങൾ പോകും. ആരോടും നമുക്ക് നമ്മുടെ നാട്ടിൽ ജനങ്ങളോടാണ്. പാവപ്പെട്ട ജനങ്ങളാ, കർഷകരാ, അവരുള്ള വീടും ഉള്ളതെല്ലാം എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരാ. അവരെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം, എന്ത് ജീവിതം, എന്ത് പൊതുപ്രവർത്തനം? കേരളത്തിന് വേണ്ടിയുള്ള സമരത്തിൽ ആരുമായി യോജിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് CPM നേതൃത്വം ക്ഷണം സ്വീകരിച്ചു. ഒരുമിച്ച് സമരം ചെയ്യുന്ന ഞങ്ങൾക്ക് എന്ത് തടസ്സം ഉണ്ടാകേണ്ടത്? അവരല്ലേ ഞങ്ങൾ ഒന്നിച്ച് സമരം ഇല്ലാന്ന് പറഞ്ഞത്. ഒന്നിച്ച് സമരങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഞാനിത് പറഞ്ഞത് കേരളത്തിന്റെ വികാരമാണ്. ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം ചർച്ച ചെയ്യാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ യോഗം ചേരുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ അറിയിച്ചു. 24 തിരുവനന്തപുരം. ചാലക്കുടി സ്വദേശി ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ പ്രതി നാരായണദാസ് ബംഗളൂരുവിൽ എന്ന് വിവരം. പ്രതി നാരായണദാസിനെ എറണാകുളത്തെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ഷീല സണ്ണിയുടെ മകൻ സംഗീതെന്ന് എക്സൈസ് കണ്ടെത്തി. നാരായണദാസിന്റെ ഒളിയിടം സംബന്ധിച്ച് നിർണായക വിവരം എക്സൈസിന് ലഭിച്ചു എന്നാണ് സൂചന. അതേസമയം മനുഷ്യാവകാശ ലംഘനമാണ് നേരിട്ടതെന്നും സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും ഷീല സണ്ണി 24നോട് പറഞ്ഞു. സമാനതകളില്ലാത്ത ദുരിതവും മാനഹാനി നേരിട്ട സംഭവത്തിൽ കേസ് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും എക്സൈസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ആരോപിച്ച് ഷീല സണ്ണി രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് എക്സൈസ് ക്രൈംബ്രാഞ്ചിൽ ലഭിച്ച നിർണായക വിവരം.
പ്രതി നാരായൺദാസിന് ബാംഗ്ലൂരിലെ ഒളിയിടം സംബന്ധിച്ച വിവരമാണ് എക്സൈസിന് ലഭിച്ചത്. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഷീലാ സോണിയുടെ മകൻ സംഗീതാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ചുവന്ന കാറിൽ വീട്ടിൽ നിന്നും നാരായൺദാസ് സംഗീതിനൊപ്പം പോകുന്ന നിർണായക ദൃശ്യങ്ങളാണ് ലഭിച്ചത്. എരൂരിലെ വീട്ടിൽ എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. ഉടൻ അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. അതേസമയം കടുത്ത മനുഷ്യാവകാശ ലംഘനം നേരിട്ട കേസിൽ സർക്കാരിൽ നിന്ന് 72 ലക്ഷം രൂപ ഷീലാ സണ്ണി നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടു. എന്നെ ഈ കേസിൽ കൊടുക്കുക പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ നല്ല എന്തോ ഉദ്യോഗസ്ഥർ അവർക്ക് നല്ല പങ്കുണ്ട്. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 22 ദിവസം കിട്ടുമെങ്കിൽ എന്റെ ജീവിതം, അത് ഞാൻ അനുഭവിച്ച വേദന എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. കള്ളക്കേസിൽ കുടിക്കെതിരെ പിന്നിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഉണ്ടെന്നും ഷീലാ സണ്ണി 24-നോട് പറഞ്ഞു. വ്യാജ ലഹരിമരുന്ന് കേസിൽ 72 ദിവസമാണ് ഷീലാ സണ്ണി ജയിൽവാസം അനുഭവിച്ചത്. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് നഴ്സിംഗ് കൗൺസിൽ. പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം വിലക്കാനാണ് തീരുമാനം. പീഡനത്തിന് ഉപയോഗിച്ച കത്തിയും ഡംബലുകളും ഹോസ്റ്റലിൽ നിന്ന് പോലീസ് കണ്ടെത്തി. 24 എക്സ്ക്ലൂസീവ്. പ്രതികളായ KP രാഹുൽ രാജ്, സാമുൽ ജോൺസൺ, NS ജീവ, C റിജിൽജിത്ത്, NV വിവേക് എന്നിവരുടെ തുടർ പഠനം വിലക്കാനാണ് നഴ്സിംഗ് കൗൺസിലിന്റെ തീരുമാനം. ക്രൂരമായി റാഗിംഗ് നടത്തിയ പ്രതികൾക്ക് നഴ്സിംഗ് വിദ്യാർത്ഥികളായി തുടരാൻ യോഗ്യതയില്ല. പരീക്ഷ എഴുതാൻ ഹാൾ ടിക്കറ്റ് നൽകരുതെന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. കോളേജ് ഹോസ്റ്റലിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ പീഡനത്തിന് ഉപയോഗിച്ച കത്തി, ഡംബൽ, കോമ്പസ് എന്നിവ കണ്ടെടുത്തു. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. പക്ഷേ ഞങ്ങൾക്ക് ഫുള്ളി കൺവിൻസ്ഡ് അല്ല. ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി വേഗത്തിൽ പോകണം. ജുഡീഷ്യറിയുടെ ഒരു മേൽനോട്ടത്തിൽ വേണം ഈ അന്വേഷണം നടത്താൻ. അല്ലെങ്കിൽ ഈ അന്വേഷണം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തണുത്തു പോകും. പ്രതിയായ വിദ്യാർത്ഥി നഴ്സിംഗ് സംഘടനയുടെ നേതാവിനെ തള്ളി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തി. കുറ്റക്കാരെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് V ശിവൻകുട്ടി. ചിലപ്പോൾ ഒറ്റതിരിഞ്ഞോ മറ്റോ അങ്ങനെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാരെങ്കിലും ഇതിൽ പ്രതിയാവണമെങ്കിൽ അവരെ നമുക്ക് പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്താനല്ലേ നമുക്ക് കഴിയുള്ളൂ. അവരെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഒഴിവാക്കുന്നത് മറ്റുള്ളവർക്കും ഇത് മാതൃകയായിരിക്കും. കോളേജിന്റെ വീഴ്ച ആരോപിച്ച് AISF-ഉം AIYF-ഉം കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷഭരിതമായി. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു. പഴുതടച്ച അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെയുള്ള നടപടികളും വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വേണ്ടത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനങ്ങളാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് ADM-ന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നു. NG യൂണിയൻ ജില്ലാ സെക്രട്ടറി ഹംസ കണ്ണാട്ടിൽ. കണ്ടറിയാവുന്ന 15 പേർക്ക് എന്നിവർക്കെതിരെയാണ് കേസ്. ഓഫീസിൽ തടഞ്ഞുവെച്ചു, ജോലി തടസ്സപ്പെടുത്തി എന്ന പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി. തിരുവനന്തപുരം കുറ്റിച്ചലിലെ +1 വിദ്യാർത്ഥി എബ്രഹാം ബെൻസന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ ക്ലർക്കിന് സസ്പെൻഷൻ. പരുത്തിപ്പള്ളി ഗവൺമെന്റ് VHSലെ ക്ലർക്ക് സനൽ ജയ്ക്കെതിരെയാണ് നടപടി. എബ്രഹാം ബെൻസൺ ഓഫീസ് റൂമിൽ നിന്ന് സീൽ എടുത്തതുമായി ബന്ധപ്പെട്ട് സനൽ അനാവശ്യമായി സംസാരിച്ചെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സനലിനെ സസ്പെൻഡ് ചെയ്തത്. ഇന്നലെയാണ് എബ്രഹാം ബെൻസനെ സ്കൂൾ കെട്ടിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലയോര വികസനത്തിന് മുതൽക്കൂട്ടായ മലയോര പാതയുടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കോടഞ്ചേരി മുതൽ കക്കാടംപൊയിൽ വരെ 34 കിലോമീറ്ററാണ് പാത. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെയാണ് മലയോര ഹൈവേ. ഇതിൽ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചിന്റെ പ്രവൃത്തിയാണ് പൂർത്തിയായത്. 195 കോടി ചെലവിട്ടാണ് 34 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചത്. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. നടക്കില്ല എന്ന് പലരും പ്രചരിപ്പിച്ചൊരു പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലെ ഒരു പാത യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പേര് കേരളമാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കുന്ന കാര്യം. തിരുവമ്പാടി മണ്ഡലത്തിലെ ഏറ്റവും നീളം കൂടിയ റീച്ച് കൂടിയാണിത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ തുഷാരഗിരി, അരിപ്പാറ, ഉറുമി വെള്ളച്ചാട്ടങ്ങൾക്കും കക്കാടംപൊയിലിനും സമീപത്തുകൂടി കടന്നുപോകുന്നതിനാൽ വിനോദസഞ്ചാര മേഖലയുടെ വികസനവും സാധ്യമാകും. അതേസമയം ഈ റീച്ചിൽ ഉൾപ്പെട്ട 7 കിലോമീറ്റർ ഭാഗം ഒഴിവാക്കിയതിനെതിരെ വിമർശനമുയർത്തിരുന്നു. എന്നാൽ
ഇവിടെ കണക്ടിംഗ് റോഡ് നിർമ്മിക്കുന്നതിന് 26 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് MLA ലിൻഡോ ജോസഫ് ചടങ്ങിൽ അറിയിച്ചു. 24 കോഴിക്കോട്. ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇവിടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്. നമസ്കാരം.